രണ്ടാമത് വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും മറ്റൊരു ചടങ്ങിലേക്ക് ക്ഷണിച്ചാണ് അനുമോൾ അവരുടെ വിവാഹ സൽക്കാരം അവസാനിപ്പിച്ചത്. റിസപ്ഷന്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നടി ശ്രീവിദ്യയും ഭർത്താവും രാഹുലും ആദിലയും നൂറയും അതുപോലെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ബിഗ് ബോസിലെ പല കണ്ടസ്റ്റന്റുകളായിട്ടുള്ള മസ്താനിയും അതുപോലെയുള്ള പല മത്സരാർത്ഥികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി സീരിയൽ പ്രവർത്തകരും അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ സ്റ്റാർ മാജിക് ഷോയിലെ പല താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി, അനൂപ്, അതുപോലെ സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന എല്ലാ വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നു. അനുമോൾ വളരെ കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സീരിയലിന്, അതായത് മിനി സ്ക്രീനകത്തും പുറത്തുമുള്ള നിരവധി താരങ്ങളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല. തൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്നവരെ, തന്നെ ദ്രോഹിക്കാത്തവരെ, ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരെ പോലും വളരെയധികം ഫിൽട്ടർ ചെയ്താണ് അനുമോൾ ക്ഷണിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ആദിലയും നൂറയുമാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. അനുമോളുമായി ബിഗ് ബോസിൽ വളരെയധികം അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് ആദിലയും നൂറയും. അവസാനം ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെങ്കിലും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. അതിലൂടെ ഇവരുടെ സൗഹൃദം വീണ്ടും തിരിച്ചെത്തി. അത് പ്രേക്ഷകർക്ക് വലിയ സന്തോഷമായിരുന്നു. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം ഇത്തരത്തിൽ വാർത്തകളെല്ലാം വൈറലാകുന്നതും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിത് ആദിലയും നൂറയും അനുമോളുടെ വിവാഹത്തിനെത്തി കണ്ണീരണിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ചടങ്ങുകൾ നടക്കുന്ന സമയം സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറയുകയായിരുന്നു. അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. അവളെല്ലാം വളരെയധികം പ്ലാനിങ്ങിലാണ് ജീവിക്കുന്നത്. അവൾക്ക് ഇന്ന പ്രായമാകുമ്പോൾ വീട് വയ്ക്കണം, ഇന്ന പ്രായമാകുമ്പോൾ കാറ് വാങ്ങണം, ഇന്ന പ്രായമാകുമ്പോൾ തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി തന്നെയാണ് നടക്കുന്നത്. വളരെയധികം പ്ലാനിങ്ങോടെയാണ് അനുമോൾ ജീവിക്കുന്നത്. വിവാഹം കഴിക്കണമെന്നും തൻ്റെ ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്നൊക്കെ അനുമോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. വെറുതെ തമാശ പറഞ്ഞതല്ല, മറിച്ച് അവൾ ഇതെല്ലാം ജീവിതത്തിൽ എത്തിക്കുകയാണ് ചെയ്തത്. നമ്മളും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവൾ ഒന്നും വെറുതെ പറഞ്ഞതല്ല എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. പ്രേക്ഷകരും ഇത് തന്നെ ഏറ്റെടുത്ത് പറയുകയും ചെയ്യുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെയാണ് ഇത് വൈറലായി മാറുന്നതും. ആരാധകരും സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. അനുമോളോടൊപ്പമുള്ള സ്നേഹമാണ് പ്രേക്ഷകരും അറിയിക്കുന്നത്. ഇന്ന് അനുമോൾ എല്ലാവരും തന്നെ ഭുവനേശ്വരുമായി വിവാഹം കഴിച്ച വാർത്ത ഏറ്റെടുത്തു. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് കാണുന്നത്. തമിഴ് പയ്യനെ വിവാഹം കഴിക്കുന്ന മലയാളി പെൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാണെന്ന് തന്നെ പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് പറയാം. ആരാധകരെല്ലാവരും ഇപ്പോൾ അനുമോളുടെ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് കൂടി പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.